തേപ്പുകാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് എന്താണ്? കലാലയ ജീവിതത്തിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഒരാളെ പ്രേമിച്ചിട്ട് അയാളെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോകുന്നതിനാണ് തേപ്പെന്ന് പറയുന്നത്, ഇല്ലേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്തില് ഒരു തേപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സപ്പോസ് നിങ്ങൾക്കൊന്നും ഒരു തേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് പറയണേ, അതിന്റെ കാര്യം എങ്ങനെയാണെന്ന്, അത് എങ്ങനെ സാധിച്ചു എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അയാളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ, ഈ തേപ്പ് കിട്ടാതെ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളത്. അയ്യോ, ഞാൻ പറയാൻ പോകുന്ന തേപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തേപ്പല്ല കേട്ടോ. ഈ തേപ്പ് എന്നുള്ള ഒരു ഭാഷ തന്നെ നമ്മള് ന്യൂജനിന്റെ കയ്യിൽ നിന്നാണ് കേൾക്കുന്നത്, അല്ലേ? അതിനൊക്കെ മുമ്പൊന്നും ഈ തേപ്പ് ബിസിനസ് കേട്ടിട്ടേ ഇല്ല. തുണി തേക്കുന്നത് മാത്രമേ നമുക്ക് അറിയാവുള്ളായിരുന്നു. അപ്പൊ ആ ന്യൂജനിന്റെ ഭാഷയിൽ തേപ്പ് എന്ന് പറയുമ്പോൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഒരു പ്രേമം തോന്നി, കുറച്ച് കഴിയുമ്പോൾ ആ ആൺകുട്ടിയോ പെൺകുട്ടിയോ വേറൊരു കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ പ്രേമം തോന്നിട്ട് ഇയാളെ ഇട്ടിട്ട് ആ ആളുടെ കൂടെ പോകും. അതിനാണ് തേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? പക്ഷെ ഞാൻ പറയാൻ പോകുന്ന തേപ്പ് അതല്ല. ഞാൻ പറയാൻ പോകുന്ന തേപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ആവോളം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൂട്ട് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ പിന്നെ കണ്ട ഭാവമേ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും കേൾക്കുന്നതുമായ ഒരു കാര്യമല്ലേ. ഓ, അയാൾ കണക്ക് പുസ്തകം തുറന്നേ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ക് പുസ്തകം തുറക്കരുതേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരാൾ കണക്ക് പുസ്തകം എപ്പോഴായി തുറക്കുന്നത്? ഒരാൾ മറ്റൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഇഷ്ടംപോലെ സഹായങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ എല്ലാവരുടെ വിഷമഘട്ടത്തിലെല്ലാം സംരക്ഷിച്ചെല്ലാം വന്ന് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് കാശ് കിട്ടി, അല്ലെങ്കിൽ അവർ സ്വന്തം കാലം നിൽക്കാറായി കഴിഞ്ഞു കഴിയുമ്പോൾ ആ സഹായിച്ച ആളുകളെ പിന്നെ കണ്ടാൽ അറിയത്തില്ല. പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ടാതെ അവരെ അങ്ങ് തഴഞ്ഞു കളയുക. അതും ഒരു തേപ്പല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ പറയും അതും നല്ല ഒന്നാം തരം ഒരു തേപ്പാണ്. ഈ വക തേപ്പുകൾ നമ്മൾ സാധാരണയായിട്ട് എല്ലായിടത്തും കാണാം. ചിലപ്പോൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നോ, മക്കളുടെ കയ്യിൽ നിന്നോ, സഹോദരങ്ങളുടെ കയ്യിൽ നിന്നോ, സ്പൗസിന്റെ കയ്യിൽ നിന്നോ, എവിടെ നിന്ന് വേണമെങ്കിലും ഇതുപോലത്തെയൊക്കെ തേപ്പ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇമാതിരി തേപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും? അപ്പൊ ഞാൻ പറയുന്ന തേപ്പിന്റെ കഥ ഇങ്ങനത്തെ തേപ്പാണ്. സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തേപ്പ് കിട്ടിയെന്നാൽ എങ്ങനെ അതിനെ നേരിടണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നമ്മൾ ഈ സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും പൈസ കൊടുത്തൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. പല വിധത്തിലുള്ള സഹായങ്ങളുണ്ട്. ഫിസിക്കലിയും സ്പിരിച്വലിയും ഇമോഷണൽ ആയിട്ടൊരു സപ്പോർട്ടും ഒക്കെ ചെയ്ത് നമ്മൾ സഹായിക്കാറുണ്ട്. കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് സ്വാന്തനപ്പെടുത്താനോ, അല്ലെങ്കിൽ സാരമില്ല പോകട്ടെ, കൂടെയുണ്ട്, എന്തെങ്കിലും സഹായം വേണോ, അല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങളൊന്ന് കേൾക്കാനോ ഒക്കെ ആളുകളുള്ളത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വേണ്ട നമുക്ക് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. എന്റെ കൂട്ടുകാരത്തെ അവളുടെ സഹോദരിയെ പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ ജോലി വാങ്ങിച്ചു കൊടുക്കുവാനും എല്ലാം ഒരുപാട് സഹായിച്ച് വിദേശത്ത് ന്യൂസിലൻഡിൽ കൊണ്ടുപോയി അതിനുവേണ്ട ചെലവും അങ്ങനെ എല്ലാ വിധത്തിലും ആ സഹോദരിയെ സഹായിച്ചുകൊണ്ടിരുന്നു. ന്യൂസിലാൻഡിൽ ഈ സഹോദരി എന്തോ എടുത്തോ, ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എങ്ങോട്ടും പോക്കടമില്ലാതെ ഇരുന്നപ്പോ പോലും ഇവളുണ്ടല്ലോ, ഈ എന്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു കൊടുത്ത് അവളെ അവിടെ താമസിപ്പിച്ച് വേണ്ട സഹായമെല്ലാം ചെയ്ത് മോറൽ സപ്പോർട്ടും അങ്ങനെയെല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കൊണ്ടുപോകണം. രണ്ടുപേരും ഭയങ്കര സ്നേഹം. ആ സഹോദരിയുടെ വിഷമത്തിലെ എന്റെ കൂട്ടുകാരി അതുപോലെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടെന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയപ്പോഴത്തേന് ഈ സഹോദരിക്ക് നല്ല ജോലിയായി, കാശായി. കാരണം ന്യൂസിലാൻഡിലാണല്ലോ, അപ്പൊ പിന്നെ കാശിനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെയെല്ലാം ആയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പിന്നെ ഈ സഹോദരിയെ വേണ്ട, എന്റെ ഫ്രണ്ടിനെ വേണ്ട, മിണ്ടത്തില്ല. കാരണം എന്താണെന്നറിയത്തില്ല, ഒരു സുപ്രഭാതത്തിൽ മിണ്ടത്തില്ല. കാണുന്നത് തന്നെ ഒരു പുച്ഛ മനോഭാവം. നാട്ടിൽ വന്നാൽ പോലും ഉണ്ടല്ലോ, ഈ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വരികയോ എന്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അറിയാതെ വന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങ് പോകും. അങ്ങനെയെല്ലാമായി എൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് മനപ്രയാസപ്പെട്ടു. ഇതിനെ പിന്നെ തേപ്പെന്നല്ലാതെ പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്, അല്ലേ? അവൾക്ക് വന്ന നല്ല കാലങ്ങളെല്ലാം തൻ്റെ കഴിവുകൊണ്ട് തന്നെ അങ്ങ് വന്നതാണ്. ആരും തന്നെ ഇതുവരെ ഒന്നും സഹായിച്ചിട്ടില്ല. അങ്ങനെയാണ് മട്ടും ഭാവമല്ല. എന്റെ കൂട്ടുകാരിയാണെ, അയ്യോ ഞാൻ എന്തുമാത്രം ചെയ്തതാണ്, അവൾക്കൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ സഹായിച്ചതല്ലേ, സ്വാതന്ത്ര്യപ്പെടുത്തിയതല്ലേ, കൂടെ നിന്നില്ലേ, എനിക്ക് കാശില്ലാഞ്ഞിട്ടും ഉള്ളത് വെച്ച് ഞാൻ പഠിപ്പിച്ചില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ആ എൻ്റെ ഫ്രണ്ട് അങ്ങ് കരഞ്ഞ് നിരോളിക്കുകയാണ്. ഈ കണക്ക് പുസ്തകം തുറന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തന്നെത്താനെ നമ്മൾ കണക്ക് പുസ്തകം തുറന്നു പോവില്ലേ?
ഇത് കേൾക്കുമ്പോൾ അതിശയോക്തി പോലെ തോന്നും. ഒരു അതിശയോക്തിയില്ല, നടന്ന സംഭവമാണ്. ഇതുപോലെയുള്ള ധാരാളം മനുഷ്യര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു അനുഭവം വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോകും. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ 24/7 ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണെന്ന്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, കരയും, എല്ലാം ചെയ്യും. പക്ഷെ അതിൽ നിന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങ് ഒരുപാട് നടക്കത്തില്ല. ആ സിറ്റുവേഷൻ ഞാൻ പറയും, അല്ലെ സാരമില്ല, ഈ സമയവും മാറും, നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു ഇല്ലേ, മറ്റുള്ളവർ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്തുനിന്നും തിരിഞ്ഞു കയറി പിന്നെ എന്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കും. എനിക്കും ധാരാളം തേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ എന്തെടുക്കുന്നറിയോ, പിന്നെ ഇവരെ കാണുകയൊക്കെയാണെന്ന് പറയാം, ഞാൻ ശരിക്കും അവരിൽ നിന്നൊരു അകലം കണിശമായിട്ടും പാലിക്കും. കാരണം എനിക്ക് ഇനിയും അവരിൽ നിന്നും ഹേർട്ട് കിട്ടണ്ട. കാരണം അവരൊക്കെ അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും എനിക്ക് മനപ്രയാസം. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറത്തില്ല. ശരിക്കും ഞാൻ ഉണ്ടല്ലോ, എനിക്ക് സഹായം ചെയ്തവരെ ഒന്നും ഞാൻ അങ്ങനെയൊന്നും ഡിച്ച് ചെയ്യത്തില്ല. ഞാൻ അല്ലെങ്കിൽ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാളായിട്ടില്ല. അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരിൽ നിന്നും അതുപോലെയൊക്കെയുള്ളൊരു അനുഭവം കിട്ടുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര വിഷമം വരും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ വിഷമ പീരീഡ് ഒന്നും ഞാൻ കൂടുതൽ നടക്കത്തില്ല. ഞാൻ അങ്ങ് ഫൊർഗീവ് ചെയ്യും. ഞാൻ അവരെ നേരിട്ട് കാണേണ്ടി വന്നെങ്കിൽ എന്താണെന്നറിയാമോ, ഐ ഫൊർഗീവ് എന്ന് 2-3 പ്രാവശ്യം എൻ്റെ മനസ്സിൽ അവരെ കാണുമ്പോൾ അവരെന്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നിടം വരെ ഞാൻ പറയും ഐ ഫൊർഗീവ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഞാൻ അവരോട് ഫൊർഗീവ് ചെയ്തു. കാരണം അവർ തെറ്റാണ് ചെയ്തത്, പക്ഷെ എനിക്ക് ഇറ്റ്സ് ഓക്കെ, അത് അവരുടെ കാര്യത്തിന് ചെയ്തു. ഞാൻ ഫൊർഗീവ് ചെയ്തു. കാരണം എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് വേണം. ഞാൻ അതോർത്ത് എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കാനായിട്ട് തയ്യാറല്ല. എനിക്ക് യു ഹാവ് ടു ഗോ ഫോർവേഡ്. പക്ഷേ അങ്ങനെ എനിക്കൊരു അനുഭവം ഒരാളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളെ മാറ്റി നിർത്തത്തേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കൂടെ നിർത്തിയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളോട് റിയൽ ആയിട്ട് സ്നേഹമുള്ളവരാണെങ്കിൽ എന്താണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച വന്നാൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കും. മനസ്സിലായോ? ഈ സ്നേഹം നിങ്ങളെ ഇട്ടിട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പോകേണ്ടവരാണ്. അവരൊക്കെ പോകട്ടെന്ന് വെക്കണം. അവരെ ഓർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ എന്തുമാത്രം പേര് കയറുന്നുണ്ട് അല്ലേ? കുറെ പേര് കയറുമ്പോൾ കുറെ പേര് ഇറങ്ങും, അങ്ങനെ പോകും. അവരെ ഒന്നും നമ്മൾ ചേർത്ത് പിടിക്കാറില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ജീവിതമാകുന്ന ഈ ബസ് യാത്രയിൽ നമുക്ക് ഒരുപാട് പേര് വന്നു. അപ്പം നമ്മൾ ബസ്സിലാണെങ്കിൽ ഒരു ആവശ്യതയുള്ള ഒരാൾ വന്നു, അല്ലെ പ്രായമുള്ള ഒരു സ്ത്രീ വന്നു, അങ്ങനെയാണ് നമ്മൾ എഴുന്നേറ്റ് കൊടുക്കും ഇല്ലേ, ഇരുന്നോളാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സഹായം പോലെ നമ്മൾ സഹായം ചെയ്തു കൊടുത്തു എന്ന് മാത്രം ഓർത്തോണ്ടാൽ മതി. അവർക്ക് ഇറങ്ങേണ്ടിയിടം വന്നപ്പോൾ അവരിറങ്ങിപ്പോയി. വിഷമമാണ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ. പക്ഷേ അങ്ങനെ എടുത്തെന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഇതുപോലെ സ്നേഹമില്ലാത്തവർക്ക് പേർക്കും അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരുടെ പേർക്കും ഒന്നും നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അവിടെ ഒരുപാട് പേര് നല്ല ആൾക്കാരൊക്കെ ഉണ്ടെന്നേ. നല്ല ആൾക്കാരുടെ കൂടെ ജീവിക്കുക, അല്ലാത്തവരൊക്കെ പോട്ടെ. നിങ്ങൾക്കിപ്പം കരയാൻ തോന്നി, ശരിക്കും കരയാനൊക്കെ തോന്നും കേട്ടോ, കരച്ചിലൊക്കെ വരും, കരഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ കരഞ്ഞാലും ഉണ്ടല്ലോ, ഈ കണ്ണുനീരൊപ്പാനായിട്ട് എന്താണ്, നമ്മുടെ തന്നെ കൈ വേണം. അപ്പൊ കരയായിരിക്കില്ലേ നല്ലത്. കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മളോടൊരു സെൽഫ് ലവ് വേണം. സാരമില്ല, പോട്ടെ, നീ നിനക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് ചെയ്തു. സപ്പോസ് നമ്മുടെ കയ്യിലെ തെറ്റുകൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിനെ ക്ഷമ ചോദിക്കുകയോ അത് റെക്ടിഫൈ ചെയ്യുകയോ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയെന്നിരിക്കാം എന്തെങ്കിലും ആണെങ്കിൽ. സപ്പോസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഒരു തെറ്റുമില്ലെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് യു മൂവ് അവേ ഫ്രം ദം. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ്നെസ് അല്ല കേട്ടോ. സെൽഫ് ലവും സെൽഫിഷ്നെസ്സും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സെൽഫിഷ്നെസ് കൊണ്ട് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല, നമുക്ക് നാശം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നമുക്ക് കരുണയും ദയയും സ്നേഹവും എല്ലാം വേണം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയാം, ഏത് തരം തേയ്പ്, ഇനി കലാലയ ജീവിതത്തിലെ തേയ്പോ അല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞ പോലെയുള്ള തേയ്പോ, ഏത് തേപ്പാണെങ്കിലും ശരിയല്ല കേട്ടോ, നല്ലതല്ല.
തേക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. പ്രേമം എന്നൊക്കെ പറയുന്നതും ഒരു സ്വർഗീയ വികാരമാണ്. അതിനെ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് പ്രേമിക്കണമെന്ന് നോക്കിയിട്ട് പ്രേമിക്കുക, അല്ലാതെ തേച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. അത് ശരിയല്ല കേട്ടോ. അതുപോലെ തന്നെ ഏത് തരം തേപ്പാണെങ്കിലും നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം, ചിലപ്പോൾ ആ സഹായം എന്ന് പറയുന്നത് എന്നറിയാവോ, ഒരു ഒരു മന്ദസ്മിതമായിരിക്കാം, ഹലോ എന്നൊന്ന് പറയുന്നതായിരിക്കാം, അല്ലെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചൊന്ന് ചിരിക്കുന്നതായിരിക്കാം. അതൊക്കെ ആണെന്ന് പറഞ്ഞെന്നാലും അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നിങ്ങളെ നോക്കി അത്രയും പറഞ്ഞില്ലേ, നിങ്ങളുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലേ, അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അല്ലാതെ അഹങ്കാരം എന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. അപ്പോൾ തേപ്പ് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് ഉഷാറായിക്കേ. തേച്ചവര് തേച്ചിട്ട് പോട്ടെന്നേ, അവരെ ഉപേക്ഷിച്ച് കളയുക. അവർ പോകേണ്ടവരാണെന്ന് നിങ്ങൾ ഓർക്കുക. അതോർത്ത് ദുഃഖിക്കരുത്. നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. കീപ് ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ്. ബൈ.